അറിയൂഷോറിൻ്റെ 4th എപ്പിസോഡാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടി കമൻറ്റ് ഇടേണ്ടായി, വീഡിയോ ഫുൾ സ്ക്രീൻ ആക്കണമെന്നും ഇങ്ങനെ കാണുമ്പോൾ ഒരു സുഖമില്ലെന്നും. ആ കുട്ടീനെ കുറ്റം പറയാനും പറ്റൂല. ഇതിപ്പോൾ എനിക്കാണേലും ഫുൾ സ്ക്രീൻ കാണുന്നത് തന്നെയാണ് ഇഷ്ടം. ഇതിപ്പോൾ ഇത്തിരി പോകുന്ന സ്ഥലത്തല്ലേ വീഡിയോ വെച്ചേക്കുന്നത്. ഹോട്ട്സ്റ്റാറുകാർ കോപ്പിറൈറ്റ് തരാൻ 100% ഉറപ്പുള്ള ഒരു ഷോയാണ് അറിയൂഷോ. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവർ ഇത്രയും ബഡ്ജറ്റ് ഇറക്കി സബ്സ്ക്രിപ്ഷനിൽ വീഡിയോ ഇടുമ്പോൾ നമ്മളത് ചുളിവിലെടുത്ത് യൂട്യൂബിലിടുകയല്ലേ. അപ്പോൾ അത് കള്ളത്തരല്ലേ. പക്ഷേ എന്ത് ചെയ്യാം, സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റാത്തവരെന്ത് ചെയ്യും? അപ്പോൾ അവരെങ്ങാനും സ്ട്രൈക്ക് തന്നാൽ പിന്നെ എൻ്റെ ചാനൽ പോലും കാണത്തില്ല. ഇത് തന്നെ എൻ്റെ 2ാമത്തെ ചാനലാണ്. ഇതും കൂടെ പോയാൽ പിന്നെ ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻസിലൂടെ പറയണം കേട്ടോ. എന്നാലല്ലേ എൻ്റെ വീഡിയോ കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് തന്നെ അറിയൂ. സോ മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി അധികം വലിച്ചു നീട്ടാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷൻ പോലെയാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. JK ബൈക്കിലും ജിമിനും വിയും കാറിലും. ഇവർ 3 പേരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത്. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ വി പറയുന്നുണ്ട്, എൻ്റെ കഴുത്തിന് നല്ല വേദന ഉണ്ടെന്ന്. എങ്ങനെ വേദന വരാതിരിക്കും? കഴിഞ്ഞ എപ്പിസോഡിൽ എന്തായിരുന്നു 3 കൂടെ കാട്ടിക്കൂട്ടിയത്? പാവൻ ജിമിനാണെങ്കിൽ വിയുടെ കഴുത്തൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. വി JKയുടെ അടുത്ത് നിനക്ക് പെയിനൊന്നും ഇല്ലേന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ അതൊന്നുമില്ല, ആരെയും മൈൻഡാക്കണ്ട് നല്ല ഫുഡ് അടിയാണ്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുഡ് വ്ളോഗ് ചെയ്യുന്ന ആളുകളെ പോലെ ക്യാമറയിലോട്ട് ഫുഡ് എടുത്ത് കാണിച്ചിട്ടാണ് അവർ കഴിക്കുന്നത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവർ ലാസ്റ്റ് സ്റ്റേ ചെയ്ത അതേ സ്ഥലത്തേക്ക് തന്നെയാണ് വീണ്ടും വന്നത്. വന്ന പാടെ ജങ്കുക്കും ജിമിനും ഡ്രസ്സൊക്കെ ഊരി വെച്ച് സ്വിമ്മിംഗ് പൂളിലോട്ടാണ് പോയത്. വി ആണെങ്കിൽ നെക്ക് പെയിൻ കാരണം റെസ്റ്റ് എടുക്കാനും പോയി. പിന്നെ അങ്ങോട്ട് സ്വിമ്മിംഗ് പൂളിൽ ഫുൾ വൈബിങ് ആയിരുന്നു. വെള്ളത്തിനടിയിലിരുന്ന് രണ്ടും കൂടെ യോഗ ചെയ്യുന്നു, സ്റ്റോൺ പേപ്പർ സിസർ കളിക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞേ, ഇപ്പം ഇവർ സ്റ്റിക്കർ കൊണ്ടൊന്നും മറച്ചിട്ടില്ല. എന്തേ സ്റ്റിക്കറൊക്കെ തീർന്നു പോയാ? ആന കരിമ്പും കാട്ടി ചെന്ന പോലെ എന്ന് പറഞ്ഞ കണക്കാണ് രണ്ടും കൂടെ. വെള്ളം കാണാതെ കണ്ട പോലെ വെള്ളത്തിൽ കിടന്ന് അറമാദിക്കായിരുന്നു. ഇതിൻ്റെ ഒരുപാട് എഡിറ്റ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിറ്റേന്ന് JK ആണ് ആദ്യം എഴുന്നേൽക്കുന്നത്. ജിമിൻ സ്റ്റിൽ ഉറക്കം തന്നെ. വീട് നെക്ക് പെയിൻ മാറിയിട്ടുണ്ടായിരുന്നില്ല. ജങ്കുക്ക് കുറച്ച് നേരം മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജിമിന് എഴുന്നേറ്റപ്പോൾ ജിമിനും ഇതേ നെക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇവർ 3 പേരും കൂടെ ഫുഡ് കഴിക്കാനാണ് പോയത്. ജങ്കുക്ക് ബൈക്കിലും വി ഒരു മഞ്ഞ സ്കൂട്ടിയിലും ജിമിൻ്റെ കാറിലും. അങ്ങനെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തെത്തി. വീട് ടീഷർട്ടിൽ യോന്താൻ്റെ ഫോട്ടോ കണ്ടിട്ട് ജിമിൻ ചോദിക്കുകയാണ്, ഇത് യോന്താനല്ലേന്ന്. പിന്നെ അവരുടെ പെറ്റ്സിനെ കുറിച്ചായി സംസാരം. ജങ്കുക്കാണെങ്കിൽ ബാമിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് അവർ കോഫി കുടിക്കാൻ ഒരു ഷോപ്പിൽ പോകുന്നുണ്ട്. ആ ഷോപ്പിൽ ഒരു പൂച്ചേനെയും കാണുന്നുണ്ട്. ഈ പൂച്ച ആ ഷോപ്പിൽ തന്നെ ഉള്ളതാട്ടോ. അറിയൂഷോർ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ആർമീസ് അറിയൂഷോറിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവർ ഈ കോഫി ഷോപ്പിൽ വന്നപ്പോൾ പലരുടെയും വീഡിയോസിൽ ഈ സെയിം പൂച്ചേനെ കാണുകയും ചെയ്തിരുന്നു. ഞാൻ ഈ വീഡിയോസൊക്കെ ഇൻസ്റ്റയിൽ കണ്ടതാട്ടോ. ജങ്കുക്കാണെങ്കിൽ ആ പൂച്ചയുടെ ഭാഷയാണെന്നും പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെ വിളിക്കാൻ നോക്കുന്നുണ്ട്. 이 표정은 삶의 의지가 없는 저 표정은 뭘까? 왜 안 통하냐? ഞാനും കണ്ടിട്ടുണ്ട് ഇതുപോലെ പൂച്ചകളെ വിളിക്കുമ്പോൾ അവർ ദൂരെയാണെങ്കിലും അവരെ വിളിച്ചവരുടെ അടുത്ത് വരുന്ന വീഡിയോസൊക്കെ. മേ ബി ജങ്കുക്ക് അത്തരം വീഡിയോസൊക്കെ കണ്ടു കാണും. അപ്പോൾ അതൊന്ന് ട്രൈ ആക്കിയതാ പുള്ളി. അവിടുന്ന് അവർ നെക്സ്റ്റ് സ്ഥലത്തോട്ടാണ് പോകുന്നത്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ജിമിൻ്റെ കാറിലും വി ആണെങ്കിൽ മഞ്ഞ സ്കൂട്ടിയിലും ജങ്കുക്ക് ബൈക്കിലും. 3 പേരും 3 വണ്ടിയിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ടീസ് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസും മിസ്സാക്കണുണ്ടായിരുന്നില്ല. അവർ പരസ്പരം ട്രോളിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അവർ വരുന്ന ടൈമിൽ അവിടുത്തെ ക്ലൈമറ്റൊക്കെ ഭയങ്കര രസമായിരുന്നു. ജിമിന് അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ജങ്കുക്ക് പറയുകയാണ് ജിമിനിയാണ് അതിനേക്കാൾ പ്രിറ്റി ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ജിമിനാണെങ്കിൽ അത് വേണ്ട എന്നുള്ള രീതിയിൽ ആ കമൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. 여러분들 정면에 하늘 구름 좀 보세요. 예뻐요? 지민이 형이 더 예뻐요. 좀 별로예요. 기분? അവർ പിന്നീട് ഒരു ബോട്ടിൽ പോകുന്നതാണ് കാണിക്കുന്നത്.
ജഗ്ഗുക്കാണെങ്കിൽ മുഖത്ത് കുറേ സൺസ്ക്രീനൊക്കെ വാരി പൊത്തുന്നുണ്ട്. ബൈക്ക് ഓടിച്ചോണ്ടാണ് തോന്നുന്നു സ്കിന്നൊക്കെ ആകെ ടാൻ അടിച്ചു എന്ന് ജഗ്ഗു പറയുമ്പോൾ ജിമ്മിയും പറയാണ് അതിന് എവിടെയാണ് നിനക്ക് ടാൻ അടിച്ചത്, ഇത് മൊത്തം ടാറ്റു അല്ലേന്ന്. 3 പേരും സൺസ്ക്രീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേക്കുന്നുണ്ട്. എന്നാൽ ജഗ്ഗുക്കാണെങ്കിൽ പിന്നെയും തേച്ചോണ്ടിരിക്കുകയാണ്. ജഗ്ഗുക്ക് ഇപ്പോൾ കാണാൻ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ ജിമ്മിയും പറയാണ് ഹൂ അറിയൂന്ന്. കാരണം എന്താ വെച്ചാൽ അടയാളം തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത പോലെയാണ് സൺസ്ക്രീൻ വാരി തേച്ചേക്കുന്നത്. എന്നിട്ട് ജിമ്മിൻ ജങ്കൂക്കിനെ ഇപ്പൊ കാണാൻ ചാർലി ചാപ്ലിന്റെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് കളിയാക്കാണ്. 유미 씨, 저 어때요? പിന്നെ അവര് കടലിലോട്ട് ഡൈവ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ജങ്കൂക്കും ജിമ്മിനും പിന്നെ ഒന്നും നോക്കില്ല, വെള്ളത്തിലോട്ട് എടുത്ത് ചാടി. എന്നാൽ വി ആണെങ്കിൽ ബോട്ടിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. പിന്നീട് അവർ മീൻ പിടിക്കുന്നതാണ് കാണിക്കുന്നത്. 3 പേരും മീൻ പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും മീനൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജിമ്മിൻ പറയാണ് അതങ്ങനെയൊന്നുമല്ല, മീൻ പിടിക്കാനൊക്കെ ഒരു ടെക്നിക്ക് ഉണ്ടെന്ന്. എന്നിട്ട് ജിമ്മിൻ ആ ഷിപ്പിൻ്റെ മുകളിലേക്ക് ഒരു കാലൊക്കെ കയറ്റി വെച്ച് ഒരു പ്രത്യേക ആംഗിളിൽ നിന്നൊക്കെ ചൂണ്ടിടുന്നുണ്ട്. എന്നിട്ടും ഒരു കാര്യമൊന്നുമില്ല. ഇവരുടെ ഓരോ കോപ്രായങ്ങൾ കണ്ടിട്ട് ആ ഷിപ്പിലെ ഒരു ഇൻസ്ട്രക്ടർ അങ്ങോട്ട് വന്ന് അവർക്ക് മീൻ പിടിക്കണത് എങ്ങനെയാന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജിമ്മിൻ വലിയ ആളെ പോലെ ജങ്കുക്കിനെ മീൻ പഠിപ്പിക്കാൻ പോയതാ. എന്നിട്ട് അവസാനം ജിമ്മിനെ പഠിപ്പിക്കാൻ പുറത്തുനിന്ന് ആളെ ഇറക്കേണ്ടി വന്നു. എന്താല്ലേ, ആ ടൈമിൽ തന്നെ വീടെ ചൂണ്ടയിൽ എന്തോ കുടുങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിമ്മിനെ ഉപേക്ഷിച്ച് ഇൻസ്ട്രക്ടർ വീടടുത്ത് വന്ന് അതെന്താന്ന് നോക്കുന്നുണ്ട്. എക്സൈറ്റ്മെന്റിൽ വി ചോദിക്കുന്നുണ്ട് എന്തോ വലിയ സാധനമാണെന്ന് തോന്നുന്നത് കുടുങ്ങിയതെന്ന്. അപ്പോൾ ആ പുള്ളി പറയാണ് ശരിയാണ്, എന്തോ വലുതാണ് കുടുങ്ങിയതെന്ന്. അപ്പോൾ വിക്കാണെങ്കിൽ ആവേശം കൂടിയിട്ട് ആളുടെ അടുത്ത് ചോദിക്കും ഇത് എന്ത് ടൈപ്പ് ഫിഷാണെന്ന്. അപ്പോൾ ആ പുള്ളി പറയാണ് ഇതൊരു ജേജുവലൻ ഫിഷാണെന്ന്. അപ്പോൾ വി അതെന്ത് ഫിഷാണ്? അപ്പോൾ ആ ചേട്ടൻ പറയാണ് ഇത് കല്ലാട പൊട്ടാന്നുള്ള രീതിയിൽ. സത്യത്തിൽ അതൊരു കല്ല് കുടുങ്ങിയതായിരുന്നു. അതുകൊണ്ടാണ് ആ പുള്ളി ഇത് ജേജുവലനിൽ മാത്രം കാണുന്ന ഫിഷാണെന്ന് പറഞ്ഞത്. ഇത് കേട്ട വി ആണെങ്കിൽ വല്ലാണ്ടങ്ങായിന്നേ, പാവം ചെക്കൻ ഒന്ന് മെയിൻ ആവാന്നൊക്കെ വിചാരിച്ചതാ, പക്ഷെ ചീറ്റിപ്പോയി. ഇതേ സമയം ജങ്കുക്ക് നിന്നിരുന്ന ഭാഗത്ത് ഒരു ഡ്രോൺ ആണെങ്കിൽ പറന്ന് വന്ന് നേരെ വെള്ളത്തിലേക്ക് വീണു. ജെ.കെ അപ്പോൾ ആ ഡ്രോണിന് RIP ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും ലാസ്റ്റ് വീക്ക് 2 ഫിഷിനൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ 4th എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ മുഴുവനായും കണ്ട എൻ്റെ എല്ലാ ആർമീസിനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ തരുന്ന ഓരോ കമൻസും എനിക്ക് വളരെ പ്രീഷ്യസ് ആണ്. എല്ലാ കമൻസിനും ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് വരുന്നവരെ അന്യം.